അതാണ് ഇവിടെ ആ തരത്തിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഇഷ്ടം ഉണ്ടാകുന്ന പാർട്ടി പ്രവർത്തകർക്ക് പോലും മനോവേദന ഉണ്ടാകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ സംഭവിച്ചത്. രാഹുൽ വളരെ പെട്ടെന്ന് ഒരു 30 സെക്കൻഡ്. ഒരു വരി എടുത്തൊരു കാര്യം, ഉമ്മൻചാണ്ടി സാറിന്റെ CD തപ്പിപ്പോയ ആൾക്കാരാണ് ഇപ്പം പലരും ഉമ്മൻചാണ്ടി സാറിന്റെ കേസ് പോലല്ല ഇതെന്ന് പറയുന്നത്. ഇനി കുറെ നാൾ കഴിയുമ്പോൾ പറയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പോലല്ല, അടുത്ത ആളെ കൊടുക്കുമ്പോൾ പറയും ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പോലല്ല, കുറച്ചുകൂടെ സീരിയസ് ആണ്. യഥാർത്ഥത്തിൽ ഒരു രണ്ടാം ഉമ്മൻചാണ്ടിയായി രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റുകയാണ് ഇപ്പം പലരും ചെയ്യുന്നത്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുലിന് സപ്പോർട്ട്. കോൺഗ്രസിന് നടപടി എടുക്കാൻ പറ്റാത്തത് രാഹുലിന്റെ ആ ജനപിന്തുണ കണ്ടുകൊണ്ടാണ്. ഇല്ലെങ്കിൽ MLA സ്ഥാനത്തു നിന്ന് പുറത്താക്കാൻ നിൽക്കുകയായിരുന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും പോപ്പുലർ MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നത് ജനങ്ങൾക്ക് ഈ സത്യം മനസ്സിലാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പൊതുജനം കഴുതയല്ല എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സപ്പോർട്ടും ജനപിന്തുണയും കൂടുന്നുണ്ടോ? 100% അല്ലേ? നിങ്ങളുടെ ചാനലിലടക്കം വരുന്ന കമന്റുകൾ നോക്കിയാൽ മതി. ന്യൂസ്18 എനിക്ക് വിശ്വാസമാണ്. അടക്കമുള്ള കമന്റുകൾ നോക്കിയാൽ കാര്യം എന്താ അറിയാമോ? സമയമില്ല. രാഹുൽ സോഷ്യൽ മീഡിയയിലെ സപ്പോർട്ട് കാര്യങ്ങൾ നോക്കിയത് കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൽ എന്നോടല്ലേ ചോദ്യം? പറയൂ ശ്രീത്ത് പറയും. സോഷ്യൽ മീഡിയയിലെ സപ്പോർട്ട് നോക്കിയത് കൊണ്ട് കാര്യമുണ്ട് എന്ന് ശ്രീ രാഹുൽ ഈശ്വർ അടുത്ത കാലത്ത് വിവാദമായിട്ടുള്ള പല പ്രസ്താവനകളും നടത്തിയിരുന്ന സമയത്തും അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടിയിരുന്നു. പക്ഷേ ആ വിഷയങ്ങളിലെല്ലാം അദ്ദേഹം സ്വീകരിച്ചിരുന്ന നിലപാടുകൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. മറ്റൊരാളിന്റെ വസ്ത്രധാരണം എന്താണ് എന്ന് നമ്മളാണോ തീരുമാനിക്കേണ്ടത്? അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിയമപരമായിട്ട് ഒരു വ്യക്തിക്കുള്ള അവകാശം, മൗലികാവകാശമായിട്ട് നമ്മുടെ ഭരണഘടന കൊടുക്കുന്ന വിഷയങ്ങളാണ്. പക്ഷെ ആ സമയത്ത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് കരുതി അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന അർത്ഥമില്ല. അതിനുള്ള ഒരേ ഒരു അർത്ഥം, ഭരണഘടന എന്താണ് ഒരു വ്യക്തിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്നതിനെ കുറിച്ച് അറിയാത്ത നിഷ്കളങ്കരായിട്ടുള്ളതോ നിരക്ഷര കുക്ഷികളോ ആയിട്ടുള്ള കുറേയധികം ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. രാഹുൽ ഈശ്വർ ഇത് രണ്ടുമല്ല. വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞാണ് നമ്മളെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത് മീഡിയക്കാര്. രഞ്ജിത്ത്, ഇതിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഇതിന്റെ ചരിത്രത്തിൽ സമാനതകളില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരു 2 മിനിറ്റ് എനിക്ക് തരൂ. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമല്ല രഞ്ജിത്ത്, ഇതിൽ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു വസ്തുതയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതില് ശ്രീ ഉമ്മൻചാണ്ടിയോട് ഈ വിഷയത്തെ ഉപമിക്കുകയും സോളാർ സമരവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സോളാർ വിഷയവുമായി ബന്ധപ്പെടുത്തി ഇതിനെ താരതമ്യം ചെയ്യേണ്ടതിന്റെ യാതൊരു ആവശ്യകതയില്ല. ആ അതിജീവിതയെ അതികഠിനമായി ആക്രമിക്കുന്നതിന് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിജീവിതയുടെ പേരടക്കം ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമിച്ചുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കരുത്. ഇത് അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ആ ഗുരുതര ആരോപണത്തെയാണ് ഇവിടെ ഏറ്റവും പരമപ്രധാനമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നത്. ആ ആരോപണത്തിൽ ഒരു MLA, ഒരു പൊതുപ്രവർത്തകൻ, അതിലുമേറെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആൾ, അദ്ദേഹം പുലർത്തേണ്ട രാഷ്ട്രീയ നൈതികതയുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ നൈതികതയാണ് നിയമപരമായിട്ടുള്ള പ്രശ്നം. ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീയുമായി ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി യാതൊരു തടസ്സമില്ല. പക്ഷെ അത് ചെയ്യുന്ന വ്യക്തി ഒരു രാഷ്ട്രീയ നേതാവും പൊതുപ്രവർത്തകനും MLA ആവുമ്പോ സ്വാഭാവികമായും സമൂഹത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരും. ആ ചോദ്യങ്ങളാണ് ഏറ്റവും സരിതയാണ് അതിജീവിത എന്ന് വിളിച്ചത്. കോടതി കേസ് തള്ളിയ CBI കൂടാനും ക്ഷമിക്കണം, നമുക്ക് സമയക്കുറവുണ്ട്. രാഗാരഞ്ജനിയും ക്ഷമിക്കണം, കാരണം സമയക്കുറവുണ്ട്. നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. നന്ദി ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ശ്രീത് പണിക്കർ, അഡ്വക്കേറ്റ് VN ഭാസ്കർ, രാഗാരഞ്ജനി ഈ ചർച്ചയുടെ ഭാഗമായതിന്. ഏതായാലും